ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഒരു ഡാൻസ് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. റീസെൻ്റ് ചെയ്ത പെർഫോമൻസിൻ്റെ മേക്കപ്പ് വീഡിയോ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. എൻ്റെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിച്ചത് എംബ്രലൈസറാണ്. ഇതിൽ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഫസ്റ്റ് ഉപയോഗിക്കുക, അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പ്രൈമർ ഉപയോഗിക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 2 to 3 minutes എങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രമേ അടുത്ത പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ലിപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ PSയുടെ പ്രീ പ്രൈം സ്പ്രേ കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്ട്രോബിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. PSയുടെ തന്നെ സ്ട്രോബിംഗ് ക്രീമാണ്. പീച്ച് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. എനിക്ക് ഫേസസ് കാനഡയുടെ കാട്ടിലും ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു PSയുടെ പീച്ച് ഷെയ്ഡ് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു സാധാരണ പാലറ്റാണ് ഇത്. എൻ്റെ ഒരു അറിവിൽ മാർസിൻ്റെ പാലറ്റാണ് തോന്നുന്നു. അത് വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തത്. നല്ല തിക്കിലാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് മേക്കപ്പ് ആണല്ലോ. പിന്നെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഇഷ്യൂ കാരണം എനിക്ക് ഐബ്രോസ് വരയ്ക്കുന്നത് എനിക്ക് തന്നെ കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഹൈലൈറ്റ് കൺസീലർ ഉപയോഗിച്ചിട്ട് ഐബ്രോസ് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, കണ്ണിൻ്റെ മുകളിലും കൺസീൽ ചെയ്തിരുന്നു. കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് കൺസീൽ ചെയ്ത ശേഷം പൗഡർ ലോക്ക് കൂടി ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിൽ വര വീഴാതിരിക്കാനാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഞാൻ ഒരു റെവല്യൂഷൻ്റെ ഒരു പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ഐ ഷാഡോ ആണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തത്. കാരണം നല്ല ഡാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഡാൻസ് മേക്കപ്പിൻ്റെ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡാൻസ് മേക്കപ്പിന് വേറെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞാനൊരു ഡാൻസ് മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ അതേ കളർ വരുന്നൊരു പിഗ്മെൻറ്റ് കൂടി ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളൊരു ഐലൈനർ പെന്നാണ് കേട്ടോ. ഇത് ആക്ച്വലി ഈസിലി നമുക്ക് വാലിട്ട് കണ്ണെഴുതാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഏതാണ് ബ്രാൻഡെന്നും ഞാൻ ഓർക്കുന്നില്ല. നല്ല രീതിയിൽ കണ്ണെഴുതി കൊടുത്തു. പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീകോഡിൻ്റെ പാലറ്റ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് അവിടെ മാത്രമേ ഞാനൊന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ എടുത്ത് 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഷോപ്പ് പാരലിൻ്റെ ആണ് കേട്ടോ. നല്ല രീതിയിൽ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ ഒരു ഷോപ്പ് പാരൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ 2 ഷെയ്ഡ് ഉള്ളത് കൊണ്ട് 2ഉം കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചു. എൻ്റെ ഷെയ്ഡല്ല, ഇതൊരു മഞ്ഞിഷ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഞാൻ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും സെറ്റിംഗ് സ്പ്രേ കേട്ടോ. പിന്നെ ഞാൻ പൗഡർ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ലൂസൻ പൗഡർ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ പൗഡർ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതും PSയുടെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ കവിള് വെട്ടി ചുരുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ചിന്നിൻ്റെ അവിടെ മാത്രമാണ് കോണ്ടോർ ചെയ്തത്. അതുപോലെ നോസ് കൂടി കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിരുന്നു. പൗഡർ ബ്ലഷാണ്, ELFൻ്റെ പൗഡർ ബ്ലഷ്. പിന്നെ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു. അതൊന്നും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ ഈ ഒരു മേപ്പിളിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചു. അത് ശരിക്കും ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം അത് ഉപയോഗിച്ചപ്പോൾ ഫേസിന് വേറൊരു കളർ വന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ണിൻ്റെ താഴെ മേബിളിൻ്റെ ഒരു കാജൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് സ്മഡ്ജ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഐ ലുക്ക് കണ്ണെഴുതിയത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും കൂടി വിങ്സൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഐബ്രോ മസ്കാര നന്നായിട്ട് ഐബ്രോയിൽ അപ്ലൈ ചെയ്തു. PSയുടെ തന്നെ ഫിക്സിങ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ എല്ലാം ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൂടി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് മേബുലിൻ്റെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ലൈറ്റ് ഷെയ്ഡ്സ് അധികം ചേരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളൊരു ഡാർക്ക് ഷെയ്ഡ് ഇതാണ്. അപ്പോൾ അത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ്. മൂക്കുത്തി ഞാൻ വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ. പിന്നീടാണ് ഞാൻ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടാണ് അയ്യോ മൂക്കുത്തി വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി
ചെയ്യണം. നമ്മൾ 100Kയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബ്ലെസ് യു ഓൾ, ലവ് യു, ബൈ.